എല്ലാവർക്കും നമസ്കാരം പ്രിയരെ. ഞാൻ മണ്ണൂരാണ്. മുൻ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. നമുക്ക് മെമ്പറോട് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ചോദിച്ച് അറിയാം. ഇവർ തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് തന്നെ ഇത് മഴവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് മണ്ണൂർ വാർഡിലാണ് ഇപ്പോൾ നിലവിൽ ഇവർ താമസിക്കുന്നത്. ഈ കട്ടക്കയത്ത് തോമസേട്ടും അന്നമ്മ ചേച്ചിയും താമസിക്കുന്നത്. അവരുടെ മകളാണ് ഈ നേഴ്സ്, കുവൈറ്റിലെ ഈ നേഴ്സ്. ഇവർ ഒരു ഡൽഹിയിൽ ജോലിയായി ബന്ധപ്പെട്ട് നേഴ്സിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ വെച്ച് ഈ പയ്യനെ പരിചയപ്പെടുകയും സൂരജിനെ പരിചയപ്പെടുകയും അങ്ങനെ വിവാഹം കഴിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം കുവൈറ്റിലെ ഡിഫൻസിൽ ജോലി കിട്ടി. സ്റ്റാഫ് നേഴ്സായിട്ട് പുള്ളിക്കാരത്തേക്ക് ജോലി കിട്ടിയതിന് ശേഷം ഈ പയ്യനെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ അവൻ ആരോഗ്യ മന്ത്രാലയത്തിൽ ജോലി കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടുപേരും നല്ല സാമ്പത്തികമായി നല്ല നിലയിലുള്ള ജോലി ഉണ്ട്, നല്ല ജീവിതമാണ്, കുടുംബമായിട്ട് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ അവർ ഈ കുട്ടി ഈ വീട്ടുകാരെ, അതായത് നമ്മുടെ ഈ തോമസ് ചേട്ടൻ്റെ കുടുംബക്കാരെ വളരെയധികം സഹായങ്ങൾ ചെയ്യുന്ന ഒരു ഇതിലാണ് ഈ ദമ്പതികൾ. അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകത, അങ്ങനെയുള്ള ഒരു മാനസികമായിട്ട് ഇങ്ങനെയുള്ള ഒരു പൂര മനോഭാവങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളതായിട്ടൊന്നും നമുക്ക് അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു ഈ വിഷയം വന്നപ്പോഴാണ് ചെറിയ വിഷയങ്ങളുണ്ട്, ഒരു ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉള്ള വിവരം പുറത്തു വന്നിട്ടുള്ളത്. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും കുവൈറ്റിൽ വെച്ച് അതിദാരുണമായിട്ടാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. അത് അവർ നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലെ നടുവിൽ പഞ്ചായത്തിലേക്ക്, നടുവിൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മലയോര പ്രദേശമാണ്. കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയാണ് ഈ നടുവിൽ മണ്ഡലം എന്ന പ്രദേശത്താണ് ഇപ്പോൾ ഈ ഇവൻ താമസിച്ചും കൊണ്ടിരുന്നത്. സൂരജ് താമസ സ്ഥലം. അവർ വർഷങ്ങൾക്ക് മുമ്പ് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയ പാർട്ടിയാണ്. ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയാണ് ഇരിട്ടി നിയോജകമണ്ഡലം വരുന്ന തളിപ്പറമ്പ് താലൂക്കിലെ ഈ പ്രദേശം. അപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ സാമ്പത്തികമായും ഇവർക്ക് രണ്ട് കൂട്ടർക്കും നല്ല മെച്ചത്തിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത്. സാമ്പത്തിക വിഷയത്തിലുള്ള ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കൊലപാതകത്തിൽ. അവരുടെ കുടുംബ പ്രശ്നത്തിലുണ്ടായ ചില വിഷയങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഈ കൊലപാതകം നടന്നതിൽ വളരെ അതിയായ ദുഃഖം ഞങ്ങൾക്കുണ്ട്. കാരണം നമ്മുടെ അയൽവക്കത്തുള്ള ഈ കുടുംബത്തെ വളരെയധികം സാമ്പത്തികമായിട്ടും എല്ലാം അവരുടെ ഒരു കൈത്താങ്ങായിരുന്നു ഈ നേഴ്സ് കുട്ടി. അവരും അവൻ്റെ ഭർത്താവും വളരെ കഴിഞ്ഞ ഈസ്റ്ററിന് മുമ്പ് അവർ രണ്ടുപേരും ഈസ്റ്ററിൻ്റെ ഒരാഴ്ച മുമ്പ് ആണ് നേഴ്സ് നാട്ടിൽ കുവൈത്തിലേക്ക് പോവുകയും ഈസ്റ്ററിൻ്റെ തലേദിവസമാണ് സൂരജ് രണ്ട് മക്കളെയും കണ്ണൂർ അവിടെ ആയിരുന്നു, അവിടുന്ന് നാട്ടിൽ കൊണ്ടുവന്ന് മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ട് അവൻ കുവൈറ്റിലേക്ക് പോയത്. കുവൈറ്റിൽ ചെന്ന് 4-ാമത്തെ ദിവസമാണ്, ഒരു വ്യാഴാഴ്ച കണ്ടാണ് ഈ അതിദാരുണമായ ഈ സംഭവം നടന്നിട്ടുള്ളത്. ഈ ഇതിലുള്ള ദുഃഖം ഞങ്ങൾക്ക് വളരെയേറെ ദുഃഖമുണ്ട്. നാട്ടുകാർക്കും ദുഃഖമുണ്ട്, വീട്ടുകാർക്കും ഉണ്ട്. അവരുടെ എല്ലാം ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ബിൻസി വരാറുണ്ടായിരുന്നോ വീട്ടിലേക്ക്? പിള്ളേരൊക്കെ ആയിട്ട് വരാറുണ്ടായിരുന്നു? ബിൻസി കഴിഞ്ഞ ഒരു 15 ദിവസം 20 ദിവസം മുമ്പ് ഇവിടെ പിള്ളേരായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കുട്ടികൾ രണ്ടും ഇവിടെ നിന്നാണ് പഠിക്കുന്നത്. ഇവിടെ അമ്മയുടെ വീട്ടിൽ നിന്ന് പുല്ലുവഴി, ഇവിടുന്ന് 5 കിലോമീറ്റർ അകലുള്ള പുല്ലുവഴി സെൻറ്റ് ജോൺസൺസ് എന്ന സ്കൂളിൽ, കത്തോലിക്ക മാനേജ്മെൻറ്റ് കീഴിലുള്ള ഒരു സ്കൂളിൽ, സ്വകാര്യ സ്കൂളിലാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. അവരിവിടെ ഗുണനാക്കിയിട്ടാണ് ഈ സൂരജ് കുവൈത്തിലേക്ക് പോയത്. അടുത്ത വർഷത്തിനുള്ള യൂണിഫോം വരെ മേടിച്ച് വെച്ചു. എല്ലാം യൂണിഫോം ഇപ്പോൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ അയൽവക്കത്തു നിന്ന് 4-5 കുട്ടികൾ കൂടെ പഠിക്കുന്നുണ്ട്. സ്കൂൾ ബസ് വരും, നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് വന്ന് ആ സ്കൂൾ ബസ്സിൽ കയറിയാണ് അവർ സ്കൂളിലേക്ക് പോകണേ. രാവിലെ പോവും, ഒരു 4 മണി 3 മണിയോടുകൂടി ഇവിടെ തിരിച്ചെത്തുന്ന രീതിയിലാണ് ഇപ്പോൾ സ്കൂൾ ബസ്സിലാണ് ഇവിടെ വന്ന്. കുട്ടികൾ ഇവിടെ നിന്നാണ് പഠിക്കുന്നത്, നാട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അവസാന നാളുകളിൽ അവസാനമായിട്ട് ഈ ബിൻസിനെ കണ്ടിരുന്നോ, മിണ്ടിരുന്നോ? ബിൻസിനെ ഞാൻ പോകുന്നത് കണ്ടു, മിണ്ടാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു. അവരൊരു ദിവസം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവർ പുള്ളിക്കാരത്തി കുവൈറ്റിലേക്ക് പോകുന്നതിന് 2 ആഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോൾ കാറിൽ പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ഈ സൂരജ് ഒരു ദിവസം കാറിൽ കുട്ടികളെ കൊണ്ടുവന്നാക്കിയിട്ട് പോകുമ്പോൾ ഒരു ദിവസം ഞാൻ വഴിക്ക് വെച്ച് കണ്ടു. നേരിട്ട് സംസാരിക്കാൻ എനിക്ക് സമയം കിട്ടി. വീട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ ദൂരമല്ലേ? 50-60 മീറ്റർ 100 മീറ്റർ ഉള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് 5-ാമത്തെ വീടാണ് ഇവരുടെ വീട്. തൊട്ടയൽവക്കാണ്. ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിൽ പോകുന്ന ആളുകളാണ്.
അവിടെ നാട്ടിൽ എന്താ സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ ഒത്തിരി ദുരൂഹതകളുണ്ടല്ലോ. നാട്ടിലിപ്പോൾ എന്താണ് അവിടെ എന്താണ് സംഭവിച്ചത്, ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ ഇവരുടെ ഫാദറിനെ കുറിച്ച് അവിടെ ഒന്ന് പറയാമോ? ഫാദർ ഒരു 3-4-5 വർഷം മുമ്പ് പുള്ളി ഒരു തടിമില്ലിലെ ജീവനക്കാരനായിരുന്നു. അങ്ങനെ മൂവാറ്റുപുഴ തടിമില്ലിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് മണ്ണൂർ വെച്ച് ഒരു ബൈക്കിൽ പോകുമ്പോൾ വേറൊരു വണ്ടി വന്ന് ഇടിച്ച് അദ്ദേഹത്തിൻ്റെ കാല് മുട്ടിന് താഴേക്ക് വെച്ച് മുറിച്ച് കളഞ്ഞ ഒരവസ്ഥയാണ്. വളരെ സാമ്പത്തികമായിട്ട് ഒത്തിരി പരാധീനങ്ങൾ ആ സംഭവത്തിന് ശേഷം അവർക്ക് വന്നു. അതിന് ഒരു പരിധി വരെയും ഈ കുട്ടിയാണ് ഈ കോർപ്പറേഷനും കാല് മേടിച്ച് വയ്ക്കും, പുതിയൊരു കാല് 1.5 ലക്ഷം രൂപയുടെ കാലൊക്കെ ഈ മകളാണ് മേടിച്ച് നൽകുകയും ഇതൊക്കെ ചെയ്തു. അതിന് സാമ്പത്തികമാണെങ്കിലും വലിയ പിന്നോക്കമാണെന്ന് തോന്നുന്നല്ലേ? വലിയ സാമ്പത്തികമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അത്ര വലിയ സാമ്പത്തികമില്ല, എങ്കിലും അങ്ങനെയാണ് പോകുന്നത്. എല്ലാ തരത്തിലുള്ള സാമ്പത്തികമായ സഹായങ്ങളും ഈ കുടുംബത്തിന് ഒരു കൈത്താങ്ങ് വിൽസ്. ഞങ്ങളൊക്കെ എന്താ ജോലിയുള്ളത്? ഞങ്ങളെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാൻ പോകും. താങ്ക് യു ചേട്ടാ, ഇത്രയും കാര്യങ്ങൾ തന്നതിന് ഒത്തിരി താങ്ക്സ്.